അപ്പോൾ അതിന്റെ അർത്ഥം ദ വാർ ഈസ് ഓവർ. നമ്മൾ ആരും പിശാചിനെ പരാജയപ്പെടുത്താൻ പോകണ്ട, പാപത്തെ പരാജയപ്പെടുത്താൻ പോകണ്ട. യേശു അത് കാൽവറിയിൽ ചെയ്തു. അത് നമുക്ക് കഴിയാത്ത കാര്യം, അത് യേശു ചെയ്തു. എന്നിട്ട് വേണ്ട വസ്ത്രങ്ങളെല്ലാം, നാം ഇപ്പോൾ വിവരിച്ചു കേട്ട വസ്ത്രങ്ങളെല്ലാം നമ്മെ ധരിപ്പിച്ചു. നമ്മുടെ കയ്യിൽ വെട്ടാനായിട്ടൊരു വാളും തന്നു, ദൈവവചനമാകുന്ന ഒരു വാളും തന്നു, നമ്മെ അയച്ചിരിക്കുക. അപ്പോൾ നാം ഇനിയും നമുക്ക് പോരാട്ടമുള്ളത് റൈറ്റ് ബിറ്റ്വീൻ അവർ ഇയേഴ്സ്. നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ രണ്ട് ചെവികൾക്കും മധ്യത്തിലായി. അവർ ബാറ്റിൽ ഫീൽഡ് ഈസ് അവർ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. നമ്മുടെ യുദ്ധഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഈ വചനം, ഇന്ന് നാം കേൾക്കുന്ന വചനം, ഇന്നലെ കേട്ട വചനം, തലേ ദിവസം കേട്ട വചനം, നാളെ കേൾക്കുവാനിരിക്കുന്ന വചനം നമുക്കൊരു റെവലേഷനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം തീരുമാനമെടുക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടുമ്പോൾ, ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ, ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി നാം ഇരിക്കാമെന്നൊരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്നൊരു തീരുമാനം എടുക്കുമ്പോൾ, ഇന്ന് ഞാൻ ഇത്ര അധ്യായങ്ങൾ വായിക്കും എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ, ഇന്ന് ഒരു പുതിയ റെവലേഷൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ഇട്ടു തരുമ്പോൾ, ഈ മെസ്സേജിൽ കൂടെയോ ആ സാക്ഷ്യത്തിൽ കൂടിയോ പാട്ടുകളിൽ കൂടിയോ ഒരു പുതിയ മെസ്സേജ് ദൈവം, ഒരു പുതിയ റെവലേഷൻസ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തരുമ്പോൾ, നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും ദൈവം അത് നൽകിയിരിക്കുകയാണ്. ദൈവം അത് നൽകിയിരിക്കുമ്പോൾ പിശാചിന്റെ ഹിതം എന്താണ്? അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. ഉടനെ തന്നെ പിശാച് വരും. എന്തിനാ വരുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ആ റെവലേഷൻസ്, നാം എടുത്ത ആ തീരുമാനം, ഇവിടുന്ന് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇവിടുന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ വീണത് ഇവിടുന്ന് എടുത്തു കളയണം. അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും. ഇന്നൊരു പുതിയ വെളിപ്പാട് കിട്ടി എങ്കിൽ ഡെഫിനറ്റ്ലി റെഡി ആയിക്കോ, പിശാച് അത് എടുത്തു കളയാൻ വരുന്നു. ഇന്ന് നിങ്ങളൊരു പുതിയ തീരുമാനം എടുത്തോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ തീരുമാനിച്ചോ? മറ്റെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? ഒരു കാര്യത്തിനോട് ഒരുങ്ങിക്കോണം, പിശാച് വരുന്നുണ്ട്. എന്തിനാന്നറിയാമോ? ഇത് എടുത്ത് കളയണം. അത് ആരിൽ കൂടെയാ വരുന്നത്? ചിലപ്പം ഭാര്യയിൽ കൂടെ ആയിരിക്കും വരുന്നത്, ചിലപ്പം ഭർത്താവിൽ കൂടെ ആയിരിക്കും വരുന്നത്, ചിലപ്പം കോവർക്കേഴ്സിൽ കൂടെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കടയില് കാണുന്ന ആ സ്റ്റോറിൽ നിൽക്കുന്ന ആരിൽ കൂടെ ആയിരിക്കും വരുന്നത്, ആ സ്റ്റോർ ക്ലർക്കിൽ കൂടെ ആയിരിക്കും, രജിസ്റ്ററിൽ നിൽക്കുന്ന ആളിൽ കൂടെ ആയിരിക്കും വരുന്നത്, വെളിയിൽ വെറുതെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയിൽ കൂടെ ആയിരിക്കും വരുന്ന ഒരു ഒറ്റ ഹോങ്ക് അല്ലേ? നമ്മളപ്പോ എന്ത് ചെയ്യും?